കേരളത്തിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രങ്ങളിലൊന്ന് വൈക്കത്തഷ്ടമി പ്രമാണിച്ച് ഇന്ന് നമ്മൾ പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. നമസ്കാരം. ഇപ്പോൾ നാടെങ്ങും വൈക്കത്തഷ്ടമിയുടെ ലഹരിയിലാണല്ലോ. ഡിസംബർ 5 മുതൽ 12 വരെയാണ് 2025, അതായത് ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്ന സാക്ഷാൽ വൈക്കത്തപ്പൻ്റെ മുന്നിലാണ്. സത്യത്തിൽ ഈ വീഡിയോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്താണ് കേട്ടോ. പക്ഷേ ഈ അഷ്ടമി നടക്കുന്ന ഈ സമയത്ത് തന്നെയാണ് നിങ്ങൾക്കിത് കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു കാരണം. ഇതിൻ്റെ ഒരു ഐശ്വര്യം എന്ന് തോന്നി എനിക്ക്. ഓക്കെ, തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഒരു വൈക്കം ക്ഷേത്രത്തിലെ നമുക്കൊരു യാത്ര പോയാലോ? കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ളവർക്കും വടക്കേ അറ്റത്തുള്ളവർക്കും ഒരുപോലെ സുപരിചിതമായൊരു പേര് വൈക്കം. ഇപ്പോൾ നാടെങ്ങും വൈക്കത്തഷ്ടമിയുടെ അവസ്ഥയിലാണ്. ഡിസംബർ 5 മുതൽ 12 വരെയാണ് നീണ്ടു നിൽക്കുന്ന ഭക്തിസാന്ദ്രമായ ദിനങ്ങളാണ് ഈ വർഷത്തെ വൈക്കത്തഷ്ടമി. പക്ഷേ ഈ തിരക്കുകൾക്കിടയിൽ പലർക്കും ഇവിടേക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ വന്ന് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് കേട്ടോ. തിരക്കില്ലാത്ത സമയത്തുള്ള വൈക്കത്തപ്പൻ്റെ ശാന്തമായ മുഖം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പരശുരാമൻ നിർമ്മിച്ച ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ വൈക്കംസ് മഹാദേവ ടെമ്പിൾ. ഈ ക്ഷേത്രത്തിന് പിന്നിൽ വളരെ രസകരമായൊരു ഐതിഹ്യമുണ്ട്. അത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരിക്കൽ ഖരൻ എന്ന അസുരൻ മോക്ഷത്തിനായി ചിദംബരത്ത് പോയി തപസ് ചെയ്തു. സംപ്രീതനായ പരമശിവൻ ഖരന് 3 ദിവ്യ ശിവലിംഗങ്ങൾ സമ്മാനിച്ചു. ഈ 3 ലിംഗങ്ങളും പിടിച്ച് യാത്ര ചെയ്ത ഖരൻ ക്ഷീണം കാരണം വൈക്കത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു. വലത് കൈയിലെ ശിവലിംഗം അദ്ദേഹം താഴെ വെച്ചു. എന്നാൽ വിശ്രമം കഴിഞ്ഞ് അതെടുക്കാൻ നോക്കിയപ്പോൾ സാധിച്ചില്ല. അതവിടെ ഉറച്ചുപോയിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം. ഖരൻ തൻ്റെ ഇടതു കൈയിലെ ലിംഗം ഏറ്റുമാനൂരിലും വായ കൊണ്ട് കടിച്ചു പിടിച്ച ലിംഗം കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ഈ 3 ക്ഷേത്രങ്ങളും തൊഴുന്നത് കൈലാസത്തിൽ പോയി തൊഴുന്നതിന് തുല്യമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. ഒരു വിശ്വാസങ്ങളാണ് കേട്ടോ. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ചതുരശ്ര ശ്രീകോവിലിനുള്ളിൽ വ്യത്യസ്തമായ ത്രേതായുഗ പഴക്കമുള്ള വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. പെരുന്തച്ചിൻ്റെ കരവിരുത് ഇതിൻ്റെ ഓരോ തൂണുകളിലും കാണാം. ഏകദേശം 8 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ക്ഷേത്രം അതിൽ കിട്ടുന്നു. ആനപ്പന്തലും വലിയ ബലിക്കൽ പുരയും കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. രാവിലെ ഉഷപൂജ സമയത്ത് വൈക്കത്തപ്പൻ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം ശക്തി പഞ്ചാക്ഷരിയായും ആണ് ദർശനം നൽകുന്നത്. അതുകൊണ്ട് ഈ ഓരോ സമയത്ത് തൊഴുമ്പോഴും ഓരോ ബലമാണെന്നാണ് വിശ്വാസം. ഇനി നമ്മൾ പോകുന്നത് ഈ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശക്തി സങ്കേതത്തിലേക്കാണ്. വടക്കേ നടയിലുള്ള പനച്ചിക്കൽ ഭഗവതി. ശ്രദ്ധിച്ച് കാണാം, ഈ നടയ്ക്ക് മേൽക്കൂരയില്ല. വെയിലും മഴയും മഞ്ഞും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വനദുർഗാ സങ്കല്പമാണിത്. ഇവിടുത്തെ പ്രസാദം മഞ്ഞൾ പൊടിയാണ്. അത് തൊടുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. ക്ഷേത്രം സംരക്ഷകനായി കുടികൊള്ളുന്ന അമ്മ ഭക്തരുടെ ഏതാഗ്രഹവും അത് വിവാഹമായാലും സന്താന ഭാഗ്യമായാലും സാധിച്ചു തരും എന്നാണ് വിശ്വാസം. യക്ഷി സങ്കല്പം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ സന്ധ്യയ്ക്ക് ശേഷമുള്ള ദർശനം വളരെ പ്രധാനമാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഈ കാണുന്ന ക്ഷേത്രക്കുളം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാണിത്. അഷ്ടമി നാളിൽ വൈക്കത്തപ്പൻ ആറാട്ടിനായി എഴുന്നള്ളത്ത് ഇവിടേക്കാണ്. പണ്ട് കാലത്ത് ക്ഷേത്രം ആവശ്യങ്ങൾക്കും അല്ലാതെയും ഈ ജലം ഉപയോഗിച്ചിരുന്നു. വൈക്കത്തപ്പനെ അന്നദാന പ്രഭു എന്നാണ് വിളിക്കാറുണ്ട്. എത്ര വലിയ പട്ടിണിയായെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ വിശപ്പകറ്റാൻ ഭഗവാൻ വഴിയൊരുക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രാതൽ അന്നദാനം വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അന്നദാനം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ധാര, ശതകലശം, പ്രാതൽ എന്നിവയാണ് പ്രധാനം. ബാക്കി നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ട് ചെയ്താലും കാണാൻ പറ്റും. പോസ് ചെയ്താലും മതിയിട്ട്. വലിയ ഒരു മുഹൂർത്തമുണ്ട്. മകനായ ഉദയന പുരുത്തപ്പൻ അച്ഛനായ വൈക്കത്തപ്പനെ കാണാൻ വരുന്ന ചടങ്ങ്. കുടിപൂജയ്ക്ക് ശേഷം ഇരുവരും പിരിയുന്ന നിമിഷമുണ്ട്. അത് കണ്ടു നിൽക്കുന്ന ആയിരങ്ങളുടെ കണ്ണുനിറയും. ഇനി അടുത്ത വർഷം കാണാം എന്ന വാഗ്ദാനത്തോടെയുള്ള യാത്രയ്ക്ക് വൈക്കത്തഷ്ടമിയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ ദൃശ്യങ്ങളിലൂടെ വൈക്കത്തപ്പൻ്റെ ഒരു ചെറു അനുഗ്രഹമെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. ക്ഷേത്ര ദർശനം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹര ഹര ശംഭോ. Till then, bye from Vijay, signing off.